ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും ഊത്തപ്പത്തിനുമൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ്. ഒരു കപ്പ് തേങ്ങ മാത്രം ചേർത്തിട്ട്, പക്ഷേ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല സ്വാദുള്ള കുറുകിയ ഒരു ചട്നിയാണ്. ഈ പാനിലോട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് പീനട്ട്സ്, അതായത് നിലക്കടലയും പിന്നെ 2 ടേബിൾ സ്പൂണ് പൊട്ടുകടലയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് താല്പര്യം സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ പീനട്ട്സും പൊട്ടുകടലയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു പകുതി സവാളയുള്ളി ചെറുതായിട്ടൊന്ന് ക്യൂബാക്കി ഇട്ട് കൊടുത്തതും ഒരു 8 വറ്റൽമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലോട്ട് 2 മീഡിയം വലിപ്പത്തിലുള്ള ടൊമാറ്റോ ക്യൂബായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഫ്രഷായിട്ട് ചെറിയ തേങ്ങയും 1 ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ. ഇങ്ങനെ ഞാൻ വഴറ്റിയത് ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ വഴറ്റി കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തണുക്കാൻ അനുവദിക്കണേ. നമ്മൾ വഴറ്റിയതിൻ്റെ ആ ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ മിക്സി ജാറിലോട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ച് ആ ചട്നി ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കണേ. ഇപ്പോൾ ആ പാനിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു വറ്റൽമുളക്, അതും ഞാൻ കാശ്മീരി ചില്ലി തന്നെയാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ അരച്ച ചട്നി ഇതിലോട്ട് ചേർക്കണേ. നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് നേരം അത് തിളയ്ക്കാതെ ശ്രദ്ധിക്കണേ. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ സ്പാച്ചിലിൽ നിന്ന് ആവി പോകുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്യണേ. പക്ഷേ വീണ്ടും ഞാൻ ഒരു 2 കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് വെള്ളം കൂടെ പിന്നെയും ചേർക്കുന്നുണ്ട്. അപ്പം മൊത്തം ഞാൻ ചേർത്തത് 2 കപ്പാണ് ഫുള്ളായിട്ട് ചേർത്തത്. അരയ്ക്കാനായിട്ട് 1/2 കപ്പ് വെച്ച് 2 പ്രാവശ്യം ചേർത്തു. പിന്നെ ഇതിനകത്തോട്ട് 2 പ്രാവശ്യമായിട്ട് 1/2 കപ്പ് വെച്ച് ഒഴിച്ചു. അങ്ങനെ മൊത്തം 2 കപ്പാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചട്നി കുറേ കൂടി ഒന്ന് ലൂസാക്കിയാൽ ഒരുപാട് ചട്നി കാണും, എന്നാലും കുറുകിയ ചട്നി തന്നെ ആയിരിക്കുകയും ചെയ്യും കേട്ടോ. ഇത് നല്ല കട്ടിക്കായിരുന്നത്. നിങ്ങൾക്ക് ഞാൻ ആ ദോശയിലോട്ട് ഒഴിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ കണ്ടല്ലോ, നല്ല കുറുകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഒരു അസൽ സ്വാദാണ് കേട്ടോ. തക്കാളിയും പീനട്ട്സും നമ്മുടെ തേങ്ങയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്